പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പുതിയ അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അവകാശവാദം. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാണ് ട്രംപിന്റെ പ്രതികരണം. സൗത്ത് കരോലിനയിൽ സെനറ്റർ ലിൻഡ്സെ ഗ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ അതിനിടെ ഇറാന്റെ ശക്തി തെളിയിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു. ഞായറാഴ്ച മുതൽ ഇറാൻ 30ഓളം മിസൈലുകൾ പ്രയോഗിച്ചതായി ഇസ്രയേൽ. ഏപ്രിൽ മാസത്തിൽ ഏർപ്പെട്ട വെടിനിർത്തൽ കരാർ യുഎസിന്റെ ഭാഗത്തുനിന്ന് ലംഘനമുണ്ടായെങ്കിലും ഇസ്രയേൽ ലെബനനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. ലെബനൻ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയക്കുന്നത്. ഇറാനിൽ നിന്ന് മാത്രമല്ല യമനിൽ നിന്നും മിസൈലുകൾ എത്തിയെന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥർ അറിയിച്ചു. യമനിലെ ഹൂതി വിമതർ 2 മിസൈലുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടതായാണ് ഉദ്യോഗസ്ഥർ. ഇതിന് മറുപടിയായി ഇസ്രയേലിൽ നിന്ന് ഇറാനിലേക്കും ആക്രമണം നടന്നു. തെക്കു പടിഞ്ഞാറൻ ഇറാനിലെ മഹഷഹറിലെ പെട്രോകെമിക്കൽ കോംപ്ലക്സിലേക്കാണ് ഇസ്രയേലി മിസൈലുകൾ എത്തിയത്. ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അവിടെ നിർമ്മിച്ചതാണെന്ന് ഇസ്രയേൽ പറയുന്നു. സൈന്യം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തങ്ങൾ ആക്രമിച്ചതായി ഇസ്രയേൽ അറിയിച്ചു. ചെങ്കടലിലൂടെയുള്ള ഇസ്രയേൽ കപ്പലുകളുടെ സഞ്ചാരം പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ്. ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകളുടെ യാത്രയ്ക്ക് സമ്പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തിയതായി ഹൂതികൾ പ്രഖ്യാപിച്ചു. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം കുറിച്ചെന്ന പ്രഖ്യാപനങ്ങൾക്കിടയിലും മധ്യേഷ്യയിൽ വീണ്ടും രക്തച്ചൊരിച്ചിൽ. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഒരു കുട്ടിയടക്കം 14 പേർ കൊല്ലപ്പെട്ടു. ഇതിനു പിന്നാലെ യമനിൽ നിന്ന് ഇസ്രയേലിന്റെ നഗരമായ ഏലാറ്റിനു നേരെ സംശയാസ്പദമായ വ്യോമഭീഷണി ഉയർന്നെങ്കിലും ഇസ്രയേൽ സൈന്യം അത് തകർത്തു എന്നാണ് അവകാശപ്പെടുന്നത്. ലെബനനിലെ ടയർ നഗരത്തിൽ റെഡ് ക്രോസ് കേന്ദ്രത്തിന് സമീപം നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 4 പേർ റെഡ് ക്രോസ് പാരാമെഡിക്കൽ ജീവനക്കാരാണ്. മർവാനിയിൽ നടന്ന മറ്റൊരാക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 2 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ സ്ഥിതി അതീവ ഗുരുതരമായി. സംഘർഷം അവസാനിപ്പിക്കുകയാണെന്ന് ഇരുഭാഗത്തു നിന്നും പ്രഖ്യാപനങ്ങൾ വന്നെങ്കിലും ലെബനനിലെ സൈനിക നീക്കം ഇസ്രയേൽ തുടർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ശത്രുത തുടർന്നാൽ മുമ്പത്തേക്കാൾ കഠിനമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഇറാനിയൻ കമാൻഡ് വ്യക്തമാക്കുമ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരായ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സും ആവർത്തിച്ചു. അതിനിടെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന ടെഹ്റാനിലെ ഇമാം ഖൊമൈനി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. സൗദിയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനങ്ങൾ എത്തിത്തുടങ്ങിയത് ഇറാനിൽ സാധാരണ നിലയിലേക്കുള്ള മടക്കമായി വിലയിരുത്തപ്പെടുന്നു. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ മധ്യേഷ്യൻ മേഖലയിലെ സമാധാനം ഇപ്പോഴും തുലാസിലാണ്. യുദ്ധം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഓരോ നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന വലിയൊരു യുദ്ധത്തിന്റെ വക്കിലാണ് മേഖല. അതേസമയം മേഖലയിൽ വീണ്ടും പ്രശ്നം വഷളാകുന്ന സാഹചര്യത്തിൽ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി തിങ്കളാഴ്ച ജനങ്ങളോട് നിർദ്ദേശിച്ചു. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ലഭ്യമായ ഏതെങ്കിലും ഗതാഗത മാർഗത്തിലൂടെ രാജ്യം വിടണമെന്നും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. ലെബനനെതിരായ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇറാന്റെ ഈ ആക്രമണ പരിപാടിക്കുള്ള പ്രകോപനം. ലെബനനെതിരായ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു വരികയായിരുന്നു. എന്നാൽ കരയാക്രമണം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ഇസ്രയേൽ തീരുമാനിച്ചത്. ആവർത്തിച്ചുള്ള ഈ ആക്രമണങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഞായറാഴ്ച ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചു. അതേസമയം അമേരിക്കയുമായി ഒരു സമാധാന കരാറിൽ ഏർപ്പെടാൻ ശ്രമം നടക്കുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ എന്നത് ആശങ്ക വളർത്തുകയാണ്. ഇറാനുമായി US ഇടനിലക്കാർ വഴിയാണ് ചർച്ചകൾ നടത്തുന്നത്. US ഇറാൻ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും പൊതുവെ ചില പ്രശ്നങ്ങളിൽ ഇരുഭാഗവും കടുംപിടുത്തം തുടരുകയാണ്. ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി ഉപേക്ഷിക്കണമെന്ന് മാത്രമല്ല സമ്പുഷ്ട യുറേനിയം മുഴുവൻ USനോ ഒരു 3ാം കക്ഷിക്കോ കൈമാറണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനോട് ഇറാൻ യോജിക്കുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹോർമുസിൽ പുതിയതായി സ്ഥാപിക്കപ്പെട്ട അധികാരങ്ങളിൽ നിന്ന് പിൻവാങ്ങാനും താൽപ്പര്യമില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.